ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. ഞാനിപ്പോൾ ഇതാ പൊന്നാനിയിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതെൻ്റെ ഉമ്മാൻ്റെ വീടാണ്, പുറങ്ങിലുള്ള. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കൂടിയ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. പിന്നെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടിയപ്പോൾ പൊന്നാനി ബനാവിലിൽ വന്നതാണ് കേട്ടോ, അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാ പുതിയൊരാളുണ്ട് കേട്ടോ, ജാനിഷ് ബേബി ഉണ്ട്, ബ്രദറിൻ്റെ മോനാണ്. ഇവർ കുറച്ച് ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ബേബിനെ കളിപ്പിക്കണ തിരക്കിലാണ് എല്ലാവരും. അതെ, അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് ഇന്ന് എല്ലാവരും കൂടി കൂടുന്നത്. ഇതാണ് ഉമ്മാൻ്റെ വീട്. ഉമ്മാൻ്റെ വീടെന്ന് പറയുമ്പോൾ എൻ്റെ തറവാട്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഇവിടുന്നായിരുന്നു. ഞാനൊരു +1 നമ്മൾ വേറെ വീടെടുത്ത് മാറിയത്. പൊന്നാനി മരുമക്കത്തായ സിസ്റ്റർ അനുസരിച്ച് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ന് മൂത്തമ്മ ഇളാമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. കുട്ടികൾ എല്ലാവരും ഒന്നുമില്ല, കസിൻസ് എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ളവരൊക്കെ വെച്ചിട്ട് ഇതാ കൂടിയതാണ്. ഇവിടെ കിച്ചണിൽ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡിൻ്റെ. ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ. രാത്രിയിലേക്ക് ഇതാ നല്ല പാൽക്കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ, രാത്രിയിലേക്കുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കണില്ല. ഇതിപ്പോൾ കുനാഫയാണ്. കുനാഫ ഡോ ഒക്കെ ബട്ടറിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. സെറ്റിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് കുനാഫ ഡോവും ബട്ടറും കൂടി മിക്സ് ചെയ്ത ആ ഒരു സംഭവം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് പരത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിതാ 2 ട്രേയിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ലെയറായിട്ട് ഇതാ നമ്മൾ ക്രീം ചീസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്രീം ചീസാണ് കേട്ടോ, പാൽ യൂസ് ചെയ്തിട്ട്. ഇത് അത്യാവശ്യം ഇതാ നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ കംപ്ലീറ്റ് ആയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതാ അതിന് മേലേക്ക് കുനാഫ ഡോ ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 ട്രേയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേശക്കും കൈഫിനൊക്കെ ഇതാ വിശന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ് സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ റഷ്യൻ സാലഡാണ് ഉണ്ടാക്കുന്നത്. റഷ്യൻ സാലഡ് ഞാൻ മുമ്പ് നമ്മളെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയൊരു സാലഡാണ്. ആപ്പിള്, മുന്തിരി, പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സാലഡാണ്.
ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ആപ്പിള്, മുന്തിരി, കുക്കുംബർ, പിന്നെ അനാറുണ്ടെങ്കിൽ അനാർ ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടാറ്റോ അത് എന്തായാലും വേണം കേട്ടോ. അതായത് പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം, മയോണൈസ്, ഹണി, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റി സാലഡാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അത് ഉണ്ടാക്കി നോക്ക്. റഷ്യൻ സാലഡ് ഞാൻ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അപ്പോൾ ഇതാ ടൈം ആയിട്ടുണ്ട്, ഫുഡൊക്കെ എടുക്കുകയാണ്. ഫുഡ് കഴിക്കാനിതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഇതാ കുനാഫ എടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുനാഫ. നല്ല ക്രീം ചീസൊക്കെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ചീസി കുനാഫയായിരുന്നു. ഇനി ഇതാ നിങ്ങൾക്ക് രണ്ടാൾക്കാരെ കാണിച്ചു തരട്ടെ. കേശയും ഏറെയാണ് കേട്ടോ. ഇവരെ കുറച്ച് നേരത്തേക്ക് കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി എന്തോ ഒന്ന് ഒപ്പിക്കണുണ്ടെന്ന്. ഇതാ രണ്ടാൾക്കാരും അമ്മായിൻ്റെ അൽമാരൊക്കെ തുറന്ന് പൗഡർ, സ്പ്രേ, ഫൗണ്ടേഷൻ എന്തൊക്കെയോ എടുത്തിട്ട് മിററിൽ തേച്ചിട്ടുണ്ട്. സൈഡിലുള്ള ജനലിൽ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണുന്നത്. ഭയങ്കരമായിട്ട് ഫുള്ള് കച്ചറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ക്രീം തേക്കണം, മറ്റാൾ വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ആക്കണമുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഒപ്പിച്ച് വെച്ച പണിയാണ്. ലഞ്ച് കഴിക്കൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഉന്നക്കായൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്യലും ചായ കുടിക്കലും ഒക്കെയാണ്. അപ്പോൾ രാത്രിയിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഇതാ നല്ല അടിപൊളി റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ, അല്ലെങ്കിൽ വീട് പണി നടക്കുന്നവർ, വീട് ചെറിയ റിനോവേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലുള്ള ഹജർ ഫ്ലോറിങ്സിലാണ്. കുറേ അധികം കളക്ഷൻസ് ഉള്ള അത്യാവശ്യം വലിയൊരു ഷോപ്പാണിത്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റോൺസ്, ഫ്ലോർ ടൈൽസ്, വാൾ ടൈൽസ്, സാനിറ്ററി ഐറ്റംസിൻ്റെ കുറേ കളക്ഷൻസ്,
പിന്നെ റൂഫിംഗ് ടൈൽസ്, ട്രിങ്കിൾസ്, ഗ്രാനൈറ്റ്സ്, പെബിൾസ്, അങ്ങനെ കുറേ അധികം. പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ടൈൽസിൽ തന്നെ ഗ്ലോസി, മാറ്റ്, പിന്നെ പോർച്ച് ടൈൽസ് അതൊക്കെ അവൈലബിൾ ആണ്. വൺ പീസ് ക്ലോസറ്റൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ട്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതാ സിങ്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. വാഷ് ബേസിൻസ്, ഫിറ്റിങ്സ് അതൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ വീടിൻ്റെ മുറ്റം ഉഷാറാക്കാൻ പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഏറ്റവും ബെസ്റ്റ് ഏതാന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹജർ ഫ്ലോറിങ്സിലാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഏറ്റവും ബെസ്റ്റ്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഏത് ടൈപ്പിലുള്ള സ്റ്റോൺസ് ആണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റോൺ ചൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ ബാംഗിൾ സ്റ്റോൺ കൂടുതലും ഗ്രാനൈറ്റ് ഇതിലാണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബ്ലാക്ക് ഫ്ലെയിംഡ് ഉണ്ട്, പിന്നെ സിറ സ്റ്റോൺ ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ സ്റ്റോൺ വൈറ്റ് ഉണ്ട്, അതേപോലെ റെഡ് പാരഡൈസ് ഉണ്ട്, റെഡ് മൾട്ടി, റെഡ് പർപ്പർ. ഇതൊക്കെ ഗ്രാനൈറ്റ് സെക്ഷനിൽ വരുന്ന. ഇത് തന്നെ നല്ല ഹാർഡായിരിക്കും, എവർ ലാസ്റ്റിംഗ് ആണ്. വീടിൻ്റെ ആംബിയൻസ് ടോട്ടലി മാറും ഇത് ചെയ്താൽ. ആസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റോൺ, ഇപ്പോൾ താന്തൂർ സ്റ്റോൺ, കടപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ലൈം സ്റ്റോൺ ആണ്, ചുണ്ണാമ്പ് കല്ലാണ്. അപ്പോൾ അത് പിന്നെ ഗ്രാജുവലി അത് പൊടിഞ്ഞു വരാനും പിന്നെ അതിനുള്ളൊക്കെ ഒരു ചാൻസസ് ഉണ്ട്. ഇതാണ് ഏറ്റവും ബെറ്റർ. ബാംഗ്ലൂർ സ്റ്റോൺസ് ഈ പറഞ്ഞ വെറൈറ്റീസിൽ ഗ്രാനൈറ്റ്സ് മൂവ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സ്റ്റോണിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നാച്ചുറൽ ഗ്രാസ് വെച്ച് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ചെയ്യാം, പിന്നെ 10 mm ഗ്യാപ്പിൽ നമുക്ക് ടൈൽ വിരിക്കുന്ന പോലെ വിരിക്കാം, പിന്നെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പല വെറൈറ്റീസ് ഓഫ് വർക്ക് നമുക്ക് ചെയ്യാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്. നമ്മൾ 2015 മുതൽ ഏകദേശം 10 വർഷത്തോളമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിൽ നമ്മൾ അത്രയും എല്ലാ ജില്ലകളിലും നമ്മളെ ഷോറൂംസ് ഉണ്ട്. അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലീഡിങ് നാച്ചുറൽ സ്റ്റോൺ സപ്ലൈസ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ആണ് ഏറ്റവും ലീഡിങ് ആയിട്ട് പിന്നെ നാച്ചുറൽ സ്റ്റോൺസ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെയുള്ള ഏരിയാസ് ആണ്. ഇവിടെ നമുക്ക് കുറേ അധികം വെറൈറ്റീസ് ഒക്കെ കാണാം. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ചെറിയ റേറ്റിൽ വരുന്ന ടൈൽസ് ആണ്. ഈ വെയർ ഹൗസിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയതാണ്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നമുക്ക് നാച്ചുറൽ സ്റ്റോൺസും പിന്നെ ഗ്രാനൈറ്റ്സും ഒക്കെ കാണാം. പല ടൈപ്പ് ഇപ്പോൾ നമ്മൾ ഹാഫ് കട്ട് നമ്മളടുത്ത് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ ബോക്സ് കട്ടിങ്ങിൽ അവൈലബിൾ ആണ് ഗ്രാനൈറ്റ്സിൽ. കഴിഞ്ഞാൽ ഹാഫ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ്ങിലെ ഡിഫറൻസ് പറയുന്നതാണ്. പിന്നെ ബോട്ടം അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ കോബിൾ സ്റ്റോൺസ് പല വെറൈറ്റീസ് പല കളേഴ്സിൽ അവൈലബിൾ. ഇത് ബ്ലാക്ക് ആണ്, അവിടെ വൈറ്റ് ഉണ്ട്, പിന്നെ ഇത് ഫ്ലെയിംഡ് വരുന്നുണ്ട്, റഫ് വരുന്നുണ്ട്, അതുപോലെ റെഡ് കളറിൽ, യെല്ലോ കളേഴ്സിൽ. ഇതൊക്കെ നമുക്ക് നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് ഹാർഡ്സ്കേപ്പിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. നമ്മളെ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് റിവർ സ്റ്റോൺസ് ആണത്. അതിൽ ആന്ധ്രൻ്റെത് വരുന്നുണ്ട്, രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്, ലാൻഡ്സ്കേപ്പിംഗ് സൊല്യൂഷനാണ് ഹജർ സ്റ്റോൺസ് എന്ന് പറഞ്ഞത്. മാർബിൾസും ഗ്രാനൈറ്റ്സ് ഒക്കെ ഇവർ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നല്ല ബെസ്റ്റ് റേറ്റിനാണ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള സ്റ്റോണിൽ വരുന്ന ഫർണിച്ചറും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെബിൾസ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. പെബിൾസ് നമ്മളെ മൈസൂർ കോട്സ് പെബിൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ രാജസ്ഥാനിന്റെ വൈറ്റ് പെബിൾസ് വരുന്നുണ്ട്. പിന്നെ ആന്ധ്രന്റെ പെബിൾസ്, ചപ്പാത്തി പെബിൾസ് എന്നൊക്കെ പറയും, ആ ഒരു ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഡബിൾ പോളിഷ് വരുന്നുണ്ട്. പിന്നെ പോണ്ടിച്ചേരി പെബിൾസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റോൺ പില്ലേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസുകളും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്. കേരളത്തിൽ മൊത്തം ഇവർക്ക് 14 ബ്രാഞ്ചസ് ഉണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓൾ കേരള ഇവർ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഇതാ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്തോ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ പുത്തമ്പള്ളി റോഡിലാണ്.
ഓക്കെ. ഇനി നമുക്ക് രാത്രിയിലെ കുക്കിംഗ് പരിപാടികളൊക്കെ കാണാം. നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കപ്പ ഓൾറെഡി നേരത്തെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് പുഴുങ്ങാനുണ്ട്. ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. കപ്പ നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഈ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. കപ്പ നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിടാനുണ്ട്. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. വെളിച്ചെണ്ണയിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാൽക്കപ്പയും ബീഫും ആണല്ലോ കോമ്പിനേഷൻ. ചെറിയുള്ളി ഇതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സംഭവം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ബീഫ് വരട്ടിയതാണ് റെഡിയാക്കാനായിട്ട് പോണത്. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാല പൊടികളൊക്കെ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ബീഫിൻ്റെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ബീഫിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ടൈം ഒന്ന് ഫ്ലെയിമിൽ വെക്കുക. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. ഇത് മട്ടൻ കറിയാണ്. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമ്മളൊരു മസാല കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയൊരു മസാലയാണ്. അതിനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കാശ്മീരി മുളക് ഇതുപോലെ കേട്ടോ, ഈ റെഡ് കളറ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടിതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്താൽ മതി. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യുക.
അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരാളും കൂടി വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയൊരു മധുരം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുളിയും മധുരവും എരിവും കൂടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു മസാലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുക. വലിയ ഉള്ളി വല്ലാതെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് കടിക്കാനുണ്ടാകുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ പോലെ തന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾ, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിൽ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കനിൽ മസാല തേച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫുൾ ചിക്കൻ ഫ്രൈ. എന്തായാലും ഇഷ്ടമാവും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, അടിപൊളിയാണ് കഴിക്കാൻ. മേലെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടൻ കറിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ ബീഫ് വരട്ടിയതും റെഡി ആയിട്ടാ. ഇവിടെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുനാഫയാണ്. കുനാഫ കുറച്ചും കൂടിയും രാത്രിയിലേക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ ഇതാ ഒരു പട ആൾക്കാരുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ്, പിന്നെ അമ്മായി, മാമി, അങ്ങനെ എല്ലാവരുമാണ്. അപ്പോൾ ഇതാ ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയാക്കുകയാണ്. അതെന്താ യേശക്ക് എന്താ പണി? ടോയ്സ് ഉണ്ടാ? ഇത് ചിക്കൻ ടിക്ക മസാലയാണ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് റെസിപ്പി കാണിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇൻഷാല്ല പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതിൻ്റെ റെസിപ്പി ഞാൻ വ്ളോഗിൽ കാണിക്കാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് പത്തിരിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ ടിക്ക മസാലയാണിത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ്. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടിയതാണ്. റെസിപ്പീസ് കാണിച്ചതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലൊക്കെയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.